നടനും തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്കെതിരെയുള്ളത് 4 കേസുകൾ. ഇന്നലെ സുരേഷ് ഗോപി കളക്ടറും വരണാധികാരിയുമായ VR കൃഷ്ണയ്ക്ക് മുൻപാകെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമാണ് വ്യക്തിവിവരങ്ങൾ ഉള്ളത്. വനിതയോട് രോഷാകുലനായി പെരുമാറിയതടക്കമാണ് 4 കേസുകൾ സുരേഷ് ഗോപിക്കെതിരെയുള്ളത്. പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് നികുതി വെട്ടിക്കാനാണെന്ന കേസ്. അതോടൊപ്പം വാഹനം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ്. ഗതാഗതം തടസ്സപ്പെടുത്തി ഒത്തുചേർന്നതിന് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലാണ് മൂന്നാമത്തെ കേസുള്ളത്. 2 കേസുകൾ CBCIDയിലാണ് ഉള്ളത്. അതേസമയം മുൻ MP കൂടിയായ സുരേഷ് ഗോപിയുടെ കൈവശം പണമായി ഉള്ളത് 44,000 രൂപയാണ്. 68 ലക്ഷം വിവിധ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മൊത്തം 1025 ഗ്രാം സ്വർണവും നിക്ഷേപത്തിൽ വരും. ഇതിന്റെ എല്ലാം മൊത്തം മൂല്യം 4.75 കോടി രൂപ വരും. ആകെ 8 കോടി രൂപ മൂല്യമുള്ള സ്ഥാവര ആസ്തിയുമുണ്ട്. 61 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയിലെ വ്യക്തി വിവരത്തിൽ പറയുന്നത്. അതേസമയം സ്വന്തമായി 2 കാരവാനുകൾ അദ്ദേഹത്തിനുണ്ട്. മൊത്തം 8 വാഹനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ ഓഡി കാറും ട്രാക്ടറും വരും. സ്വന്തമായി കൃഷിഭൂമി അടക്കമുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ 82.4 ഏക്കറും സെയ്താർപേട്ടയിൽ 40 സെന്റ് കൃഷിഭൂമിയും നടനുണ്ട്. ഭാര്യ രാധികയ്ക്ക് ദേവികുളം, ആലുവ, തിരുനെൽവേലി എന്നിവിടങ്ങളിലും കൃഷിഭൂമിയുണ്ട്. കൈവശം 32,000 രൂപയും 1050 ഗ്രാം സ്വർണവുമാണ് ഉള്ളത്. ഭാര്യയുടെ പേരിലും കാരവാനുണ്ട്. അതേസമയം വിവരണത്തിൽ സുരേഷ് ഗോപി സിനിമാ നടനാണെന്നും ഭാര്യ പിന്നണി ഗായികയാണെന്നുമുണ്ട്. തൃശൂർ ജില്ലയിലെ നെട്ടിശ്ശേരി മഹാദേവ ടെമ്പിൾ റോഡ് ഭരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിലാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പത്രിക നൽകിയത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ജനങ്ങളെ വിശ്വാസമുണ്ടെന്നും ഇത്തവണ അവർ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് വേണ്ടിയും അവരുടെ രാജ്യത്തിനു വേണ്ടിയുമാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് എന്റെ ആത്മവിശ്വാസവും. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളെല്ലാം നടത്തി കാണിക്കണം. എന്താണ് ഉത്തരവാദിത്വം എന്നത് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുമെന്നാണ് നടൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. അതേസമയം കരുവന്നൂരിൽ താൻ നടത്തിയത് തൃശൂരുകാരുടെ സമരമാണെന്ന് വാദിച്ച് കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എത്തിയിരുന്നു. ഒരു സമരത്തിൽ അത് അവസാനിക്കില്ല. നിയമപരമായ നടപടികൾ ഒരു വശത്തൂടെ വരുന്നുണ്ട്. ED അതിന്റെ വഴിക്ക് പോകും. അവരുടെ ജോലി അവർ കൃത്യസമയത്ത് ചെയ്യും. അതിൽ തങ്ങൾക്ക് ഇടപെടാനാകില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മാത്രമല്ല, സഹകരണ പ്രസ്ഥാനങ്ങളെ ചങ്ങലക്കിടുന്ന, വരച്ച വരയിൽ നിർത്തുന്ന ഒരു കാലം വരുമെന്നും അതിന്റെ നിയമനിർമ്മാണത്തിനായി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്ന കേരളത്തിൽ നിന്നുള്ള MP ആയിരിക്കും താനെന്നും അങ്ങനെ ആരും വിയർക്കാത്ത പണം കൊണ്ട് സുഖിക്കേണ്ട കാര്യമില്ലെന്നും നേതാവ് പറഞ്ഞിരുന്നു. അധ്വാനിച്ചുണ്ടാക്കണം. ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്തവർക്ക് 15 കോടിയും 12 കോടിയും നൽകി. രാജ്യം അതിൽ ഇടപെടുമെന്നായിരുന്നു നേതാവിന്റെ വാദം. ഏതായാലും 4 വോട്ട് പിടിക്കാൻ എന്തും വിളിച്ചു പറയുന്നതാണ് നേതാവിന്റെ പുതിയ ജോലി ഇന്ന്.